ഇത്രയും വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടും ഈ തലമുറയിലുള്ള ഒരു സോഷ്യൽ മീഡിയയിലൂടെ വിതർന്ന വിഷം എത്രയാണ്? മതം എന്ന് പറഞ്ഞ പൊട്ടത്തരത്തിന്റെ പേരിൽ. മതം എന്ന് പറഞ്ഞ സാധനം മുഴുവൻ പൊട്ടത്തരമാണെന്ന് ഇപ്പോഴും മനസ്സിലാകാത്ത സമൂഹം ജീവിക്കുമ്പം അവിടെയൊക്കെ നിങ്ങൾക്ക് അധ്യാപകരാന്ന് പറഞ്ഞ് ജീവിക്കാൻ നാണമില്ലേ? നിങ്ങൾ എന്താണ് അവരെ പഠിപ്പിച്ച് ഇങ്ങോട്ട് വിട്ടത്? നിങ്ങൾ തന്നെ അന്ധവിശ്വാസികളാണ്, പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലേ? നിങ്ങളെന്ന് പറഞ്ഞാൽ നോട്ട് അബൌട്ട് യു, ആ സമൂഹത്തെക്കുറിച്ച് ഞാൻ പറയുന്നത്. എൻ്റെ മാതാപിതാക്കളും അധ്യാപകരായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ധൈര്യപൂർവ്വം ഞാൻ ഈ പറയുന്നത്. പക്ഷെ അതാ ഞാൻ സന്തോഷേട്ടാ ഞാൻ ആദ്യമേ ചോദിച്ചത്, ഇങ്ങനത്തെ കുറേ മാറ്റങ്ങൾ നമ്മളെപ്പോലെ ഒരാളോ ഇത് നമുക്ക് നമ്മുടെ നാട്ടിൽ വരും എന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? ഇങ്ങനത്തെ കുറേ മാറ്റങ്ങൾ ഇപ്പം നമ്മൾ ബ്രിട്ടീഷ് കരിക്കുലം ഒക്കെ പറയുന്നില്ലേ, അവിടെ പഠിപ്പിക്കുന്നതൊക്കെ ഇങ്ങനത്തെ ഒരു രീതിയാണ് അല്ലേ? അതൊക്കെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ബ്രിട്ടീഷ് കരിക്കുലം ഫോളോ ചെയ്യുന്ന കുറച്ച് സ്കൂൾസ് ഇപ്പോൾ എറണാകുളത്തുണ്ട്, നമുക്ക് അങ്ങനെയൊക്കെ കാണാം. അവിടെ പോലും ഈ പരീക്ഷ കിട്ടിയില്ലേ പേരൻസ് സമ്മതിക്കുമോ? മാർക്ക് കിട്ടിയില്ലേ പേരൻസ് സമ്മതിക്കുമോ? ദിവസം കുറേ ആക്ടിവിറ്റീസിന് ഉണ്ടായാൽ, പണ്ട് ഇവിടെ DPP എന്ന് പറഞ്ഞൊരു ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവരുന്നു. ഓർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. 90s 2000 മുമ്പ് 98, 95, 96 ഒക്കെ കാലത്താണ് എൻ്റെ ഓർമ്മ. അവിടെ വിദ്യാഭ്യാസത്തിലെ ഒരു പരിഷ്കരണം കൊണ്ടുവരാനാണ് ഉദ്ദേശിച്ചത്. അത് ഉദ്ദേശ രീതിയിൽ നടന്നില്ലെങ്കിൽ കൂടി അവിടെ കുട്ടികൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തുകയും അവരിൽ ക്യൂരിയോസിറ്റി വളർത്തുകയും അവരുടെ ആക്ടിവിറ്റികളിലൂടെയും ക്യൂരിയോസിറ്റിയിലൂടെയും അവർ പുതിയ കാര്യങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം അത് വിഷ്വലൈസ് ചെയ്തേ. അത് നടപ്പാക്കിയപ്പോൾ അത് പല രീതിയിൽ പോയി. പക്ഷേ അവിടെ പോലും ക്ലാസ്സിൽ നടക്കുന്ന തവളചാട്ടോ ഒന്നും പഠിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പേരൻസ് തന്നെയാണ് പ്രതിഷേധിച്ചത്. പരിഷ്കാരങ്ങളെയോ മാറ്റങ്ങളെയോ ഒക്കെ നമ്മൾ അസഹിഷ്ണുതയോടെ കാണുന്നത്. ഒരു ചെറിയ മാറ്റം പോലും വരാതെ നമ്മൾ ഈ പറഞ്ഞ സുന്ദര സുരഭിലമായ ഒരു ഭാവി കാലം ഉണ്ടാവുമോ? നമ്മളതിന് തയ്യാറാവേണ്ട ഒരു പരീക്ഷണത്തിന്, ചെറിയ മാറ്റങ്ങൾക്ക്. ഇപ്പൊ കുറെ ആൾക്കാരുടെ കാഴ്ചപ്പാട് മാറി തുടങ്ങിയിരിക്കുന്നു. നമ്മളുടെ ഈ കാഴ്ചപ്പാടൊക്കെ മാറുന്ന എപ്പോഴാണെന്നറിയോ? എല്ലാ കാലവും കഴിഞ്ഞിട്ടാണ്. വേണ്ട സമയത്ത് ഈ മാറ്റം വന്നിരുന്നെങ്കിൽ കേരളം എവിടെ എത്തിയേനെ? വളരെ ലേറ്റാണ്. നമ്മൾ എല്ലാ കാര്യത്തിലും ഏറ്റവും പുറകിലാണ് പോകുന്നത്. ഞാൻ ചോദിച്ചോട്ടെ സന്തോഷം, നമ്മുടെ ലേബർ ഇന്ത്യ സ്കൂളില്ലേ, ഞാനൊക്കെ പാലക്കാട് നമ്മൾ കേട്ടിട്ടുണ്ട്, അവിടെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു തുടങ്ങിയ സമയത്തൊക്കെ. ശരിക്കും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഒരു കുട്ടി അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ അറിയാം. ഈ ഒരു രീതി തന്നെയായിരുന്നു നിങ്ങൾ അന്നേ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു മേഖല വേറൊന്നായിരുന്നത് കൊണ്ട് ഞാൻ സ്കൂളിന്റെ ആക്ടിവിറ്റീസിലോ ഒന്നും ഇടപെട്ടിട്ടേ ഇല്ല. അത് എൻ്റെ പിതാവ് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ്. എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ ബ്രദറും എൻ്റെ സിസ്റ്ററും അവിടെ തന്നെയാണ് ഇൻവോൾവ് ആണ്. ഇവരൊക്കെ കൂടിയാണ് ഈ പ്രസ്ഥാനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. വല്ലപ്പോഴും വല്ല ആനിവേഴ്സറിക്കൊക്കെ അതിഥിയായിട്ട് വിളിച്ചാൽ പോയി ഒരു പ്രസംഗം പറഞ്ഞിട്ട് തിരിച്ചു പോരുന്നതിലപ്പുറം. കാരണം എനിക്ക് എൻ്റെ ഒരു മേഖല അതല്ല. ഞാനൊരു അധ്യാപകനല്ല, നല്ല അധ്യാപകനല്ല. അല്ലെങ്കിൽ ഞാൻ ഈ സ്കൂൾ നടത്തല്, അതിൻ്റെ ദൈനംദിന കാര്യങ്ങൾ അതല്ല. ഒരു സ്കൂൾ നടത്തിയാൽ നിങ്ങൾക്ക് പരമാവധി 5000 കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഞാൻ ആലോചിക്കുന്ന ഒരു 3.5 കോടി ആളുകളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നാണ്. അതിന് മീഡിയ തന്നെ വേണം. അതുകൊണ്ടാണ് ഞാൻ മീഡിയ തിരഞ്ഞെടുത്തത്. ഒരു ക്ലാസ് റൂമിനകത്ത് നിന്നിട്ട് കളിച്ചിട്ട് കാര്യമില്ല നമ്മൾ.